നമസ്കാരം, രജിത ബാലുവാണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമുക്ക് നല്ല ഒരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ. നല്ല ഒരുപാട് മാങ്ങ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴേ ഇവിടെ വീട്ടിൽ തന്നെ 2-3 സൈസ് മാങ്ങ ഉണ്ടാവണ മരങ്ങളുണ്ട്. ഞാനിപ്പോൾ പറിച്ചെടുക്കണ മാങ്ങ മൂവാണ്ടൻ മാങ്ങ എന്ന് പറയും കേട്ടോ. അപ്പം മൂവാണ്ടൻ മാങ്ങയുടെ 2 പച്ചമാങ്ങയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കൈയെത്തും ദൂരത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെല്ലാം വേണം നോക്കാം. ഇനി നമുക്ക് വേണ്ടതേ പുതിന ഇലയാണ് കേട്ടോ. അതും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുതിന ഇല പറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് അടിക്കാനായിട്ട് പുതിന വേണം, മാങ്ങ വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം. അതുപോലെ ഞാൻ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതൊരു വെള്ളത്തിൻ്റെ കളർ മാറാനും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങയും വേണം കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുക. അതുപോലെ മാങ്ങ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. പുതിന ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മാങ്ങയും പഞ്ചസാരയും ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. തണുത്ത വെള്ളം കുഴപ്പമില്ലാത്തവർക്ക് തണുത്ത വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അടിക്കേണ്ടത്. അല്ലെങ്കിൽ നോർമൽ വെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ഇളം പച്ച കളറല്ലേ കാണാം. ഞാൻ ബീട്രൂട്ട് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അരിപ്പയിൽ നിന്നും അടിയിലേക്ക് വീഴാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോഴേ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ ആലോചിച്ചേ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് കുടിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രോ വേണം തോന്നും അല്ലേ. സ്ട്രോ വീട്ടിൽ ഇരിപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചേ നമ്മുടെ പപ്പായ ചെടിയുടെ 2-3 സ്ട്രോയുടെ വലുപ്പത്തിലുള്ള ഒരു തണ്ട് മുറിച്ചെടുത്താലോ എന്ന് അങ്ങനെ കൊണ്ടുവന്നതാ കേട്ടോ ഈ ഇലകൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ തണ്ട് ഒരു 3 എണ്ണം ഏകദേശം ഒരു സ്ട്രോയുടെ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് സ്ട്രോയ്ക്ക് പകരം ഉപയോഗിക്കാം. അപ്പോൾ ക്യുക്ക് ആൻഡ് ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളതുമായ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈസിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ, നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പോകുന്നതിനുള്ളിൽ അവർ നമ്മളോട് ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിനയിലയോ മാങ്ങയുടെ ഒരു പീസൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.